നമസ്കാരം. ലോകമിപ്പോൾ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ടല്ലേ? തീർച്ചയായും. അതിന്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ കാരണം, ആഴത്തിലുള്ള കാരണം എന്തായിരിക്കും? അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ശരിയാണ്. ഡാനിയൽ ഷ്മാക്ടൻബർഗറിന്റെ ഒരു വിശകലനം വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പലരും പോളിക്രൈസിസ് എന്നൊക്കെ പറയും, അതായത് കുറെ പ്രതിസന്ധികൾ ഒരുമിച്ച് വരുന്നത്. അതെ. പക്ഷെ നമ്മൾ ഒരടി കൂടി മുന്നോട്ട് പോയി മെറ്റാക്രൈസിസ് എന്ന ആശയമാണ് നോക്കുന്നത്. അതായത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന അടിസ്ഥാന കാരണം എന്താണ്? അത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് മാറ്റം ഇത്ര ബുദ്ധിമുട്ടുള്ളത്? എന്നാൽ അത് അത്യാവശ്യവുമാണ്, അല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് വിശദമായിട്ട് നോക്കിയാലോ? നോക്കാം. പല മുന്നറിയിപ്പുകളും നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ടും എന്താ വലിയ മാറ്റങ്ങൾ സംഭവിക്കാത്തത്? അതാണ് ഷ്മാറ്റൻബർഗർ ചോദിക്കുന്നത്. നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു വിനാശകരമായ സിസ്റ്റത്തിന്റെ ഭാഗമായി നമ്മൾ മാറുന്നു. അതാണ് പ്രശ്നം. വെറുതെ കുറെ പ്രശ്നങ്ങളല്ല, അല്ല, മറിച്ച് അതിനെയെല്ലാം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ശക്തികൾ. പ്രധാനമായും രണ്ടെണ്ണമാണ് ഷ്മാക്ടൻബർഗർ പറയുന്നത്. ഒന്ന്, ഈ മത്സരം. എല്ലായിടത്തും മത്സരമാണ്. യുദ്ധം, പിന്നെ മാർക്കറ്റ്, വിപണിയിലെ മത്സരം. അതെ. രണ്ട്, ഈ മത്സരത്തെ ഒരുപാട് വേഗത്തിലാക്കുന്ന ടെക്നോളജികൾ. എക്സ്പൊണൻഷ്യൽ ടെക്നോളജി എന്ന് പറയില്ലേ? അത് തന്നെ. AI, പിന്നെ സിന്തറ്റിക് ബയോളജി, സിൻബയോ എന്നൊക്കെ പറയും. ഈ വിപണിയെക്കുറിച്ച് പറഞ്ഞ രസമുണ്ട്. അതിനെ ഒരു തെറ്റായി ഡിസൈൻ ചെയ്ത സൂപ്പർ ഇന്റലിജൻസ് എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. അതെ. അത് കേൾക്കുമ്പോൾ ഒരു അതിശയോക്തി പോലെ. സാധാരണക്കാർക്ക് അതെങ്ങനെയാ മനസ്സിലാവുക? അത് നല്ല ചോദ്യമാണ്. പക്ഷെ അതിശയോക്തിയല്ല, ശരിക്കും യാഥാർത്ഥ്യമാണ്. നോക്കൂ, നമ്മുടെ സിസ്റ്റം എന്തിനാണ് വില കൊടുക്കുന്നത്? അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക്. പണം പോലെ? അതെ, പണം. അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അളക്കാൻ പറ്റാത്ത എന്നാൽ ശരിക്കും വിലയുള്ള കാര്യങ്ങൾ, ബന്ധങ്ങൾ, പ്രകൃതി. അത് തന്നെ. ബന്ധങ്ങൾ, പ്രകൃതിയുടെ ആരോഗ്യം, ജീവിതത്തിന്റെ ഒരു അർത്ഥം, ഇതൊക്കെ നഷ്ടപ്പെടുന്നു. ശരിയാണ്. പിന്നെ പലിശ പോലുള്ള കാര്യങ്ങൾ കാരണം ഈ സിസ്റ്റത്തിന് എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കണം. ആ വളർച്ച നമ്മുടെ ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ലാഭം മാത്രം നോക്കുമ്പോൾ ബാക്കിയെല്ലാം അതൊരു വലിയ വൈരുദ്ധ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇമ്പാക്റ്റ് ഇൻവെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ? നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ്. പക്ഷെ അതൊന്നും ഈ വലിയ സിസ്റ്റത്തിന് മുന്നിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നില്ല. കാരണം ദിവസവും എത്രയാ? ഏകദേശം $100 ട്രില്യൺ കൈമാറ്റം ചെയ്യുന്ന ഒരു ഗ്ലോബൽ മാർക്കറ്റാണിത്. അത്രയും വലുതാണോ? അതെ. അപ്പോൾ അതിന്റെ അടുത്ത് ഈ ശ്രമങ്ങളൊക്കെ വളരെ ചെറുതാണ്. പിന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ നോക്കിയാലോ? അതും നടക്കുന്നില്ലേ? അതും പലപ്പോഴും പരാജയപ്പെടും. കാരണം ഈ സിസ്റ്റത്തിനെ നിയന്ത്രിക്കേണ്ടവർക്ക് തന്നെ അതിലെ സ്വന്തം താൽപ്പര്യങ്ങളുണ്ട്. റിവോൾവിംഗ് ഡോർ പ്രശ്നം പോലെ AI റെഗുലേഷനിലൊക്കെ നമ്മൾ അത് കാണുന്നുണ്ട്. അത് തന്നെ. ഇന്ന് നിയമമുണ്ടാക്കുന്നവർ നാളെ ആ കമ്പനികളിൽ പോയി ജോലി ചെയ്യും. അപ്പോൾ ഈയൊരു സാമ്പത്തിക രീതി, ഉടമസ്ഥാവകാശ രീതി മാറിയില്ലെങ്കിൽ മനുഷ്യരാശിയുടെ ഭാവി തന്നെ ചിലപ്പോൾ അപകടത്തിലാവും. അതൊരു ഞെട്ടിക്കുന്ന ചിന്തയാണ്. മുന്നിലുള്ളത് അപ്പോൾ ഒരു കടുത്ത ചോയ്സാണ്. ഒന്നുകിൽ നമ്മൾ ഈ രീതി മാറ്റണം, അല്ലെങ്കിൽ ഒരുപക്ഷെ മനുഷ്യരാശി തന്നെ ഇല്ലാതാവും. പ്രത്യേകിച്ചും AI, സിൻബയോ ഒക്കെ വരുമ്പോൾ ഈ റിസ്ക് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം അതിന്റെ ശക്തിയും വേഗതയും പണ്ടത്തെ ടെക്നോളജി പോലെ അല്ല. അതെ. ഈ സാഹചര്യത്തിൽ ഷ്മാക്ടൻബർഗർ 3 ലെവലിലുള്ള ആക്ഷൻസ് ആണ് പറയുന്നത്. പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഒന്ന്, ട്രിയാജ്, അതായത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ. നിലവിലുള്ള സിസ്റ്റം വെച്ച് തന്നെ ഏറ്റവും പ്രശ്നമുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്യുക. ഉദാഹരണത്തിന് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഇൻഡസ്ട്രികൾക്ക് കിട്ടുന്ന സബ്സിഡികളില്ലേ, അതൊക്കെ നിർത്താൻ വേണ്ടി ലോബി ചെയ്യാം, സമ്മർദ്ദം ചെലുത്തുക. ശരി. രണ്ടാമത്തേതോ? 2, ട്രാൻസിഷൻ, പരിവർത്തനം. നിലവിലുള്ള സിസ്റ്റങ്ങളെ കുറച്ചുകൂടി ദോഷം കുറഞ്ഞ രീതിയിലേക്ക് മാറ്റുക. എങ്ങനെയുള്ള മാറ്റങ്ങൾ? ലാഭം മാത്രം നോക്കാതെ എൻവിറോൺമെന്റൽ കോസ്റ്റ്, സോഷ്യൽ കോസ്റ്റ് ഒക്കെ കണക്കിലെടുക്കുന്ന നിയമങ്ങൾ, അങ്ങനെയുള്ള പോളിസികൾ. മൂന്നാമത്തത് ദീർഘകാലത്തേക്കുള്ളതാണല്ലേ? ലോങ് ടേം, അതായത് അടിസ്ഥാനപരമായി പുതിയൊരു ലോകം, പുതിയൊരു സിവിലൈസേഷൻ. അത്രയും വലിയ ചിന്തയാണോ? ആണ്. കാരണം ഈ AI, സിൻബയോ ഒക്കെ അതിനെയൊക്കെ സേഫായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന പുതിയ രീതിയിലുള്ള സാമ്പത്തികം, ഭരണം, വിദ്യാഭ്യാസം, അതൊക്കെ വേണം. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഭയം, ഒരു നിസ്സഹായത ഒക്കെ തോന്നുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ നമ്മൾ എന്തു ചെയ്യാൻ? ഷ്മാറ്റൻബർഗർ പറയുന്നതും അതാണ്. ആ ഫീലിംഗ്സ്, അതിനെ തള്ളിക്കളയരുത്, അതിനെ അംഗീകരിക്കണം. കാരണം നിങ്ങൾക്ക് ഈ ലോകത്തിനോടും ജീവനോടുമൊക്കെ ഒരു സ്നേഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ആ ഒരു കെയർ,
അതിനെ ആക്ഷനുള്ള ഒരു എനർജിയാക്കി മാറ്റണം. ഓക്കെ. ദേഷ്യത്തിൽ നിന്നോ പേടിയിൽ നിന്നോ അല്ല. അതെ, മറിച്ച് ജീവന്റെ ഒരു പവിത്രത, അതിലുള്ള ഒരു വിശ്വാസം, അവിടെ നിന്ന് വേണം പ്രവർത്തിക്കാൻ. നമ്മൾ ജീവിക്കുന്ന ഈ സമയം, ഇപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു ചരിത്രപരമായ ഒരു നിമിഷമാണിത്. ശരിയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, വ്യക്തിഗതമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ലോക്കലായിട്ടുള്ള ശ്രമങ്ങൾ ഒക്കെ പ്രധാനമാണ്. പക്ഷേ ശരിക്കുള്ള മാറ്റം വരേണ്ടത് ആ സിസ്റ്റമിക് ഡ്രൈവേഴ്സിലാണ്. വിപണി, മത്സരം, ടെക്നോളജി, ഇതിലൊക്കെയാണ്. നമ്മള് ഇതിന്റെ ഭാഗമാണെങ്കിലും ഇതിനെ മാറ്റാൻ പറ്റും. ബോധപൂർവം ശ്രമിച്ചാൽ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോ നിങ്ങൾ കേൾക്കുന്നവർക്കുള്ള ഇന്നത്തെ ഒരു ചിന്ത ഇതാണ്. ഈ ഒരു വലിയ ചിത്രം, ഈ തിരിച്ചറിവ് എങ്ങനെ മനസ്സിൽ സൂക്ഷിക്കാം? നമ്മുടെ ഡെയിലി ലൈഫിന്റെ തിരക്കിൽ ഇതങ്ങ് മറന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യാം? ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ അതിനെ മാറ്റാൻ നിങ്ങളുടെ ഒരു സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഇന്ന് എന്ത് ട്രിയാജ് അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റെപ്പ് എടുക്കാൻ പറ്റും? നല്ല ചോദ്യം. ഒരു ചെറിയ കാര്യം മതി, പക്ഷേ ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രായോഗികമായൊരു കാര്യം. അതെന്തായിരിക്കും? അതൊന്ന് ആലോചിച്ച് നോക്കൂ.